Hi friends, assalamu alaikum. Welcome to my channel 24 Media. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇലയുടെയാണ്, നൊസ്റ്റാൾജിക് റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പി ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് അതിന്റെ പ്രിപ്പറേഷൻ നോക്കാം. ആദ്യം നമുക്ക് മാവ് വാട്ടിയെടുക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. അതിൽ 2 കപ്പ് മാവിന് 3 കപ്പ് വെള്ളം, അതാണ് അതിൻ്റെ പാകം. ഞാനിപ്പോൾ 3 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വരട്ടെ. അത് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഉപ്പും ചേർത്ത് വെളിച്ചെണ്ണയും ചേർത്ത് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മുടെ വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 2 കപ്പ് അരിപ്പൊടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിൽ ആ അരിപ്പൊടിയുടെ പച്ചത്തരി കാണാത്ത വിധത്തിൽ എല്ലായിടത്തും വെള്ളം ചേരുന്ന വിധത്തിൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ നല്ല ചൂടോടെ തന്നെ നമുക്ക് ഇതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. നേരിയ ചൂടോടെ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നാലേ നമുക്കത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സോഫ്റ്റ്നെസ് പോയിട്ട് നല്ല ഹാർഡായിട്ടായിരിക്കും വരിക. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. അത് നമുക്ക് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കിയെടുത്തില്ലെങ്കിൽ അതിൽ മണ്ണുണ്ടാവും, മണ്ണ് അഴുക്കൊക്കെ ഉണ്ടാവും. അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉരുക്കിയെടുക്കുന്നത്. ഇത് നമുക്ക് ഒറ്റനൂൽ പാകമാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ ശർക്കര പാനിയാക്കിയിട്ട് അരിച്ചെടുത്തു. ഇനി നമുക്ക് വേണ്ടത് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 തേങ്ങയാണ് എടുത്തേക്കുന്നത്. ചിരവി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ശർക്കര പാനിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയും ശർക്കരയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ജീരകവും 5 ഏലക്കയും കൂടെ നന്നായിട്ട് പൊടിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. നമുക്ക് ജീരകത്തിൻ്റെയും ഏലക്കയുടെയും ഒരു നല്ല ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. നേരത്തെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒന്നുകൂടെ കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇതുണ്ട്, വിരൽ തൊട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഞാനിത് ഒരേ കനത്തിൽ കിട്ടാനും എളുപ്പത്തിനും വേണ്ടിയിട്ട് പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ് പ്രസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല റൗണ്ടായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇലയിലേക്ക് വെച്ചിട്ട് അതിനുള്ളിൽ ശർക്കരയും തേങ്ങയും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മടക്കിയെടുക്കാം. സൈഡുകൾ നല്ലതായിട്ട് പ്രസ് ചെയ്തിട്ട് ഒട്ടും ലീക്ക് ചെയ്ത് പോകാത്ത വിധത്തിൽ നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇലയിൽ പൊതിഞ്ഞെടുക്കാം. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് മടക്കിയെടുക്കാം. നമുക്ക് ഇഡലി ചെമ്പിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറുകയില ഇട്ട് കൊടുക്കാം. നല്ല കറുകയിലയുടെ ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മടക്കി വെച്ചേക്കുന്ന ഇലയുടെ ഓരോന്നായിട്ട് അതിൽ വെച്ച് ആവിക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് 20 മിനിറ്റ് ആവിയിൽ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വാവ്, ഇതേ നല്ല ആവി വന്നിട്ടുണ്ട്, നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ ഹാർംഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ശർക്കര, തേങ്ങ, ജീരകം ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.